ഡിയേഴ്സ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കെയർ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നാച്ചുറൽ ഹെയർ കെയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാൻ കുറേ ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ പനിയും ചുമയൊക്കെ കാരണം തല കഴുകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് താരം കൂടിയിട്ടുണ്ട്. മുടി ആകെപ്പാട് ഡ്രൈ ആയിട്ടൊരു എന്താ പറയുക, ചക്കിരി പോലെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എന്താണെങ്കിലും തല കഴുകിയേക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോക്കനട്ട് ഹെയർ ഓയിലാണ്. നമ്മുടെ ഓറിഫ്ലെയിമിൻ്റെ ലവ് നേച്ചറിൻ്റെ കോക്കനട്ട് ഹെയർ ഓയിൽ. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഹെയർ ഓയിലാണ്, കോക്കനട്ടാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. കാരണം താരനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫാണ് എനിക്ക്, ഡ്രൈ ആണ് എനിക്ക് ഡാൻഡ്രഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ. തലയിൽ നന്നായിട്ട് എണ്ണ പിടിക്കണം. കാരണം ഈ ഡാൻഡ്രഫ് ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ എണ്ണയുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ വരുന്നത്. എനിക്ക് പൊടിയായിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 1-2 തവണ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കുറേ ദിവസമായിട്ട് കഴുകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ എണ്ണ എന്താ പറയുക, ശരിക്കും നമ്മുടെ തലയിലെ സിറം ഉൽപ്പാദിപ്പിക്കാൻ കുറവായതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇത് വരുന്നത് കേട്ടോ. എന്താ പറയുക, താരം വരുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് മസാജ് ചെയ്തു. ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കഴുകി കളയും. ഒരുപാട് നേരം ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കോക്കനട്ട് ഹെയർ ഓയിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. നല്ല സ്മെല്ലൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഹെയർ ഓയിലാണ്. കണ്ടോ, നമ്മുടെ ലവ് നേച്ചറിൻ്റെ കോക്കനട്ട് ഹെയർ ഓയിലാണ്. നാച്ചുറലാണ് കേട്ടോ. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ആർക്ക് വേണം, കുഞ്ഞു പിള്ളേർക്ക് കൂട്ടി യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചു. നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് പിടിപ്പിച്ച് കണ്ടു. ഇപ്പം മുമ്പത്തെ പോലെയാണ് മുടി ഇരിക്കുന്നതെന്ന് നോക്കി. നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുമയൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിന് യൂസ് ചെയ്യാൻ പോകുന്നത്, ഇനി അത് കഴിഞ്ഞിട്ട് ഷാമ്പൂവും കണ്ടീഷണറും നമ്മുടെ ഡിയോളജിയുടെ ഷാമ്പൂവും കണ്ടീഷണറും ആൻറ്റി ഫ്ലേക്ക്, അതായത് താരം പോകാനുള്ള ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതാണ് 250 ml ഉണ്ട്. കുറേ നാളായി ഞാൻ മേടിച്ചിട്ട്. ഒത്തിരി നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനും ഉണ്ട് കേട്ടോ. ഇതിന് ശരിക്കും ഹെയർ ഫോളിൻ്റെ ഉണ്ട്, എന്താ പറയുക, ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും ഉണ്ട്, കളർ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ നല്ല ഭംഗിയില്ല ബോട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലതാണ് കേട്ടോ. അതുപോലെ ഏത് ഷാമ്പു യൂസ് ചെയ്താലും നിങ്ങൾ കണ്ടീഷണർ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇതിൻ്റെ കണ്ടീഷണർ, ഡിയോളജിയുടെ കണ്ടീഷണറാണ്. കാരണം ഷാമ്പു നമ്മുടെ മുടിയെ ഡ്രൈ ആകും. അപ്പോൾ കണ്ടീഷണർ ഇല്ലാന്നുണ്ടെങ്കിൽ മുടി പൊട്ടി പോകും പെട്ടെന്ന്. അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങൾ ഏത് യൂസ് ചെയ്താലും കണ്ടീഷണർ യൂസ് ചെയ്യുക. ഇതും അടിപൊളി പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. താരം പോകേണ്ടവർക്ക്, അങ്ങനെ മുടി കൊഴിച്ചിൽ മാറേണ്ടവർക്കും അങ്ങനെയുള്ള ഷാമ്പു ഉണ്ട് ഇതിൻ്റെ തന്നെ, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് പിന്നെ കുളിക്കുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഷാമ്പൂ കണ്ടീഷണറും. അപ്പോൾ ഞാനതിന് കുളിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് നിങ്ങളെ മുടിയൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നന്നായിട്ട് ഷാമ്പൂവും കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ തന്നെ ഒത്തിരി സമാധാനമായി. തലേന്ന് നേരിട്ടൊക്കെ ഭാരം പോയ പോലെ ഉണ്ട് കേട്ടോ. ഒത്തിരി താരനായിരുന്നേ. അപ്പോൾ താരം ഇങ്ങനെ പൊടി പോലെ പൊങ്ങി വരുമായിരുന്നു. ഇപ്പോൾ കണ്ടോ, അങ്ങനെ താരം കാണാനൊന്നുമില്ല. ഇപ്പം നനഞ്ഞ മുടിയാണ് നിങ്ങൾ ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല കേട്ടോ. ഈ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവും. ഞാൻ നന്നായിട്ട് കുറഞ്ഞതായിരുന്നു എനിക്ക്. പിന്നെ കുറേ ദിവസം കഴുകാതിരുന്നത് കൊണ്ട് ഒരു ചെറിയ പ്രശ്നം വന്നാണ്. അങ്ങനെ ഇപ്പോൾ ഒത്തിരി മാറ്റമായി കേട്ടോ. കണ്ടോ, നന്നായിട്ട് മുടിയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സുഖമായി. എൻ്റെ പൊന്നെ, എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയാമോ. എന്താണേലും നല്ലതാണ്, നല്ല പ്രൊഡക്റ്റാണ്. അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്കാൽപ്പ് സ്ക്രബ്ബ്. നമ്മൾ മുഖം പോലെ തന്നെ കെയർ ചെയ്യണം നമ്മുടെ സ്കാൽപ്പിനെ. അപ്പോൾ സ്ക്രബ്ബാണിത്. അതായത് ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവർ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് യൂസ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങളുടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഷാമ്പൂ താരനുള്ളവർക്ക് ആഴ്ച 1 ദിവസമോ 2 ദിവസമോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പെട്ടെന്ന് താരം പോകും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. ഞാൻ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുന്നുള്ളൂ. കാരണം ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് സ്കാൽപ്പിനെ ഡ്രൈ ആക്കി കളയണ്ടല്ലോ. അങ്ങനെ അപ്പം അല്ലാതെ കുഴഞ്ഞുള്ള താരനുള്ളവർക്ക് പെട്ടെന്ന് യൂസ് നോക്കാവുന്ന റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ശരി, എന്നാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ. അടുത്ത